പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമെന്ന് ആരോഗ്യവകുപ്പ് നിയോഗിച്ച ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശ. സിസ്റ്റത്തിന്റെ വിടവുകൾ നികത്തണം. പകർച്ചവ്യാധി വരാനുള്ള മാസങ്ങൾ മുൻകൂട്ടി കണ്ട് എപ്പിഡമിക് കലണ്ടർ തയ്യാറാക്കണമെന്നും ശുപാർശയുണ്ട്. ശുപാർശകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. സിസ്റ്റം ശരിയല്ലെന്നും സിസ്റ്റത്തിലെ വിടവ് നികത്തണമെന്നും പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. രോഗസംബന്ധമായ വിവരങ്ങൾ നൽകുന്ന ആരോഗ്യവകുപ്പിന്റെ പോർട്ടലുകൾ ജനകീയമാക്കണം. ജില്ലാ കോർഡിനേറ്റർമാർ വഴിയും ആശാപ്രവർത്തകർ വഴിയും വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള രോഗവിവര കണക്കുകൾ കൂടി ഔദ്യോഗികമാക്കണം. കൃത്യമായ വിവരം അടിസ്ഥാനപ്പെടുത്തി പദ്ധതി ആസൂത്രണം ചെയ്താലേ പ്രതിരോധ നടപടികൾ ഫലപ്രദമാകൂവെന്നാണ് ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശ. സംസ്ഥാനത്താകെ എപ്പിഡമിക് കലണ്ടർ ലഭ്യമാക്കണമെന്നും ശുപാർശയുണ്ട്. ഹൈപവർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് തയ്യാറാക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വിദ്യാലയങ്ങളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഈ പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. 13,187 പേരാണ് പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഡെങ്കിപ്പനി, ഷിഗല്ല, എലിപ്പനി, മഞ്ഞപ്പിത്തം കേസുകളിലും വർധനയുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. ശുചീകരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കവടിയാർ ജവഹർ നഗറിലെ വസതിക്ക് സമീപം ആരോഗ്യമന്ത്രി വീടുകൾ കയറി. ഡോക്ടർ SS ലാൽ അധ്യക്ഷനായ ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ ആരോഗ്യമന്ത്രി കെ മുരളീധരന് കൈമാറും. പരിശോധനയ്ക്ക് ശേഷം മന്ത്രി ഇത് അന്തിമമാക്കും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.